ഫോൺ ഉണ്ടെങ്കിൽ പോലും അവർ മൊബൈൽ ഫോട്ടോഗ്രാഫി പോലും ട്രൈ ചെയ്യാണ്ട് നമുക്ക് നല്ല ക്യാമറ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു അടിപൊളി പിക്ക് എടുത്ത് തകർത്തേനെ എന്നുള്ള രീതിക്ക് അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് വരെയുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഗേൾസിന്റെ ഒരു ഫീൽഡാണത്. കാരണം ഇൻഫാൻ ഫോട്ടോഗ്രാഫി ഒരു പ്രത്യേക രീതിക്ക് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്ത് പഠിക്കാൻ പറ്റിക്കോളം പറ്റണം. ശരിക്കും ഈ ഒരു സീരീസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് ഫോട്ടോഗ്രാഫറായി ഒരുപാട് പേര് അത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതിന് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യുന്നവർ പോയിട്ട് വെഡിങ് ചെയ്യും, വെഡിങ് ചെയ്യുന്നവർ ഒരു പ്രൊഡക്റ്റിന് വരും. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക എന്നത് ഭയങ്കര രസമാണ്. ഈവൻ ഞാൻ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വരെ ഒക്കെ ഡിഫറെൻ്റാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലിയ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ഫോട്ടോഗ്രാഫി ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഫോട്ടോഗ്രാഫി ഗെയിമിൽ ഇന്ന ആൾക്കാരാണ്. ചിലർ ഫോട്ടോഗ്രാഫി ഞാൻ നാളെ തുടങ്ങും അല്ലെങ്കിൽ മറ്റന്നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ പലപ്പോഴും പറയുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ ഇല്ല, എനിക്ക് നല്ല ക്യാമറ ഇല്ല. അവരിലും ഫോൺ ഉണ്ടെങ്കിൽ പോലും അവർ മൊബൈൽ ഫോട്ടോഗ്രാഫി പോലും ട്രൈ ചെയ്യാണ്ട് അവർ ഇപ്പോഴും ഒരു ന്യായം പറയില്ല, നമുക്ക് നല്ല ക്യാമറ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു അടിപൊളി പിക്ക് എടുത്ത് തകർത്തേനെ എന്നുള്ള രീതിക്ക് അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളൊരു ആക്ഷൻ തുടങ്ങിയാലല്ലേ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതെ അതെ. അങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് വരെയുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ എത്ര ചെറിയ മൊബൈലാണെങ്കിലും കിട്ടുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട്, ഫേസ്ബുക്കിലൊക്കെ അതുപോലെ ഒരുപാട് മൊബൈൽ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പുകൾ കാണാം. തന്നെ അവർക്ക് തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിൽ വരുന്ന ഫോട്ടോകൾ കണ്ടാൽ നമ്മൾ എത്ര വലിയ ക്യാമറ ആയിട്ടും എത്ര വലിയ ഫോട്ടോഗ്രാഫർക്ക് എടുക്കാൻ പറ്റാത്ത ആംഗിളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ എക്യുപ്മെന്റ്സ് അല്ല പ്രശ്നം, നമ്മൾ ചെയ്തു തുടങ്ങാന്നുള്ള പ്രശ്നം. അതുപോലെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറകളുടെ ഒരു ആവശ്യമില്ല. നോർമൽ ഒരു ക്യാമറ, അതിൽ ഒരു APS-C സെൻസറുള്ള ക്യാമറയും ഉണ്ടെങ്കിൽ മേ ബി ഒരു 50mm ലെൻസ്, മേ ബി ഒക്കെ കൂടി ഒരു 50,000 താഴെ അല്ലെങ്കിൽ 30,000 താഴെ യൂസറാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ കിട്ടും. വീഡിയോഗ്രാഫി മേ ബി കുറച്ചുകൂടി എക്സ്പെൻസീവ് വേണ്ടി വരും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും. നല്ല സാധനം എനിക്കറിയാം. ഇപ്പോൾ അഹമ്മദാബാദുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഒരു ലേഡിയാ, ഇൻഫന്റ് ചെയ്യുന്ന ആളാണ്. അവർ ഫോട്ടോ എടുക്കുന്നത് ഒരു പഴയ 60 ക്യാമറ വിത്ത് 50mm. ഇത് വെച്ചിട്ടാണ് ഇൻഫന്റ് ഫോട്ടോ എടുക്കുന്നത്. അവർ ചാർജ് ചെയ്യുന്നത് മിനിമം 20,000 പെർ സെഷന് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്യുപ്മെന്റ്സ് എല്ലാം പ്രധാനം. അതുപോലെ തന്നെ എൻ്റെ ഒരു പെങ്ങളെ മോളുണ്ട്, അവളെ ഇൻസ്റ്റാഗ്രാം പേര് ഫൗസിയ എന്നാണ്, പർദാ ഫാത്തിമ, അങ്ങനെ വെഡിങ് ഒക്കെ എടുക്കുന്നത്. അവർ ഇപ്പോൾ അടുത്ത് വരെ എടുത്തിരുന്നത് നിക്കോന്റെ 5300 എന്ന് പറഞ്ഞ ഒരു ബേസിക് ക്യാമറയാണ്. മേ ബി 20,000-12,000 കൊടുത്ത മാർക്കറ്റ് ലഭ്യമാവും. അതും 50mm ബേസിക് ക്യാമറ വെച്ചിട്ടാണ്, അതായത് അവർ പഠിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തന്നെ മിനിമം ഒരു 10,000 അതിന് ചാർജ് ചെയ്യും. ഇപ്പോഴാണ് C6ഉം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാറിയത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഐ ഷൂട്ട് ഇൻഫാൻസ് എന്നൊരു സ്പെഷ്യൽ പേജ് തന്നെ ഉണ്ട്. അപ്പോൾ ഇൻഫാൻ ഫോട്ടോഗ്രാഫി ഒരു പ്രത്യേക രീതിക്ക് എൻജോയ് ചെയ്യാറുണ്ടോ? കാരണം അത് ജനിച്ചു വീണ കുഞ്ഞുങ്ങളുടെ ഏറ്റവും മെമ്മറിയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ, അതെപ്പോഴും നമ്മൾ നോക്കിയിട്ട് ഭയങ്കര ഒരു സ്മൈൽ നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പൊ അവരുടെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ടൈമാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സുഖം അത് ഞാൻ കൂടുതൽ ഇൻഫന്റ് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ, മേ ബി 8-10 ഷൂട്ട് മാത്രമൊക്കെ ഇൻഫന്റ് ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തെന്താ വെച്ചാൽ എനിക്ക് ഫോട്ടോഗ്രാഫി, എല്ലാ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമാണ്. അങ്ങനെയാണ് ഇൻഫന്റിന്റെ കോഴ്സ് ഞാൻ ഈ പറഞ്ഞ ലേഡി കോഴ്സ് ഉണ്ട്. അഹമ്മദാബാദിലൊക്കെ പോയിട്ട്, അഹമ്മദാബാദിലും ബാംഗ്ലൂരും ഞാൻ 2 കോഴ്സ് ചെയ്തിട്ടുണ്ട്. അവരൊരു പെർ ഡേക്ക് തന്നെ 25,000-30,000 ഒക്കെ ചാർജ് ചെയ്യും. അതിന് കുറച്ച് റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത സാധനമാണത്. അതാണ് ഇൻഫന്റ് ഫോട്ടോഗ്രാഫി. പക്ഷേ ഇൻഫന്റിന്റെ ഭയങ്കര രസകരമായിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ഗേൾസിന്റെ ഒരു ഫീൽഡാണത്. കാരണം നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും അവർ എത്ര സമയം ഉറങ്ങണം, എങ്ങനെ ഉറക്കാം, എങ്ങനെയാണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബാച്ചിനതായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ അറിയാൻ പറ്റും, ഐ ഷൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിലുണ്ടാവും. പിള്ളേരെ അതൊരു ഡമ്മി പോലത്തെ സാധനം വാങ്ങാൻ കിട്ടും. അതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്തിട്ടും അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുക. അപ്പോൾ അതിന് ഒരുപാട് ടേംസ് ഉണ്ട്. അത് ഭയങ്കര സംഭവം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഭയങ്കര സംഭവം. അതുപോലെ ഡെൻ്റൽ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഒരുപാട് കോഴ്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട. ഈ സർജിക്കൽ ഡെൻ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല, പക്ഷെ എന്തെങ്കിലും മേ ബി ചില സമയത്ത് 2-3 ഡോക്ടേഴ്സൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് 2-3 ദിവസം വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ ഈ ഡെൻ്റൽ അസോസിയേഷൻസ് ഉണ്ട്, IDA എന്നൊക്കെ പറഞ്ഞ ഓരോ ജില്ലയിലും അസോസിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവരെ അസോസിയേഷൻ സമയത്ത് മേ ബി നമുക്കൊരു ഹാഫ് ഡേ ക്ലാസ് ഒക്കെ ഉണ്ടാവും. ഡെൻ്റൽ ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്സും പ്രാക്ടീസും ഹാഫ് ഡേ ഫുൾ ഡേ ക്ലാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തു. എല്ലാത്തിനും വേറെ വേറെ പെർസ്പെക്റ്റീവ് അല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ, ഇപ്പോൾ ഡെന്റലിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡക്ട് ഫോട്ടോഗ്രാഫിയുടെ ആണെങ്കിലും നമ്മൾ വേറൊരു കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ നമ്മൾ എഫേർട്ട് വേറെ ഒക്കെ ഡിഫറെൻ്റ്. അതുകൊണ്ടാണ് ഏറ്റവും ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലിയ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇവർ ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോൾ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി ഒരു കട കെട്ടിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് എഴുതി കൊടുക്കും വെഡിങ് ഫോട്ടോഗ്രാഫി, ഇവന്റ് ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഇൻഫന്റ് ഫോട്ടോഗ്രാഫി,
എല്ലാ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി അവർ ചെയ്യും. അതിന് പുറമെ മേ ബി ഫോട്ടോസ്റ്റാറ്റും ഫാക്സും കൂടെ എഴുതി വെക്കും. എന്തായാലും വാടകയ്ക്കും കൊടുക്കാൻ വെച്ചിട്ട് അവിടെയാണ് ഇവര് പരാജയപ്പെടുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന്റെ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു MBBS കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ജനറൽ ഡോക്ടർക്ക് മേ ബി 50-100 കൊടുത്താൽ നമുക്ക് പോയിട്ട് കൺസൾട്ട് ചെയ്ത് പോരാൻ പറ്റും. എപ്പോഴും അവൈലബിൾ ആയിരിക്കും, വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വാല്യൂ കൂടുതലാണ്. നമുക്ക് 1000 രൂപ വേണ്ടി വരും, ബുക്ക് ചെയ്യേണ്ടി വരും, മാസ്റ്റർ ആവാൻ പറ്റും. അതിലാണ് കൂടുതൽ ഏർണിങ്സ് പേയ്മെന്റ് കിട്ടുക. അപ്പോൾ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യുന്നവർ പോയിട്ട് വെഡിങ് ചെയ്യരുത്. വെഡിങ് ചെയ്യുന്നവർ ഒരു പ്രൊഡക്റ്റിക്കും വരരുത്. ഫർണിച്ചർ ചെയ്യുന്നവർ അത് ചെയ്യുക, ഇൻഫന്റ് ചെയ്യുന്നവർ ഇൻഫന്റ് മാത്രം ചെയ്യുക. അപ്പോൾ ആ ഒരു ഫീൽഡിലെ അപ്ഡേഷൻസ് അറിയാൻ പറ്റും, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. മറ്റേ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും ചെയ്യാൻ പറ്റില്ല, പരാജയമായിരിക്കും. സാർ ഇപ്പോൾ ഐഷൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം തന്നെ ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ യൂട്യൂബ് ചാനലും ഭയങ്കര ആക്റ്റീവാണ്. പുതിയ ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സീരീസ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാന്നുള്ള ഒരു സീരീസ് ഉണ്ട്. അതിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ഏതൊരു ബിസിനസ്മാൻ ആണെങ്കിലും ഏതൊരു സ്റ്റുഡന്റ് ആണെങ്കിലും ആർക്കും എൻ്റെ ഒപ്പം ഈ സീരീസ് മൊത്തം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവാം, അല്ലെങ്കിൽ അവരുടെ പാഷൻ കണ്ടെത്താന്ന്. അപ്പോൾ അത്രയും ആൾക്കാർ ഇൻസ്പയർ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ സീരീസ് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു ഫീഡ്ബാക്സും അതിൽ നിന്ന് സാർ അത്രമാത്രം പഠിച്ചു. കാരണം കുറെ പേര് കമന്റ് സെക്ഷനിൽ കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവല്ലോ, പുതിയ കാര്യങ്ങളും അവര് ചോദിച്ചറിയുന്നുണ്ടാവും. അവരുടെ ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ? അത് ഭയങ്കര രസമാണ്. കാരണം ഇതൊരു ആർട്ട് ഫീൽ ആയതുകൊണ്ട് എന്തിനൊക്കെ വരുന്നവരും ഒരു കുറച്ചും കൂടി എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും, നമുക്കും നല്ലതാണ്. മാത്രമല്ല ഇത് എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്ത് പഠിക്കാൻ പറ്റിക്കോളന്നില്ല. അപ്പൊ ശരിക്കും ഈ ഒരു സീരീസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് ഫോട്ടോഗ്രാഫറായി ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ അതുപോലെ പലരും ഞാൻ കാണുമ്പോൾ പലരും വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ഗുരുവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ശരിക്കും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണ്. ഈ സീരീസ് കണ്ട് ക്യാമറ എടുത്ത് പഠിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ. കാരണം പലപ്പോഴും പലയിടത്തും ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ഈ മൈക്രോ സെലിബ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു, ആ ഫോട്ടോഗ്രാഫേഴ്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ കണ്ടറിയുന്നു. അപ്പോൾ അവർ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ അവരെ ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ നമുക്കും അത് ഭയങ്കര സംഭവം. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ്. ഈവൻ ഞാൻ ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വരെ എനിക്ക് ജിജേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഞാൻ ഈ പാർക്കിലൊക്കെ കൊടുന്ന് പഠിപ്പിക്കാറുണ്ട്, എപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. അയാൾ മൊബൈലും അതുപോലെ ക്യാമറ മൊബൈലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് അയാൾ DSLR ഫോട്ടോ എടുക്കും. DSLR ആൾക്കാരെ നിർത്തി ചെയ്തിട്ട് അയാൾ ഫോട്ടോ എടുക്കും, ജിജേഷ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അത് ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പൊ അവരെങ്ങനെയാണ് അവന്റെ കോമ്പോസിഷനും അതുപോലെ തന്നെ അവരുടെ ആ ഫ്രെയിം എങ്ങനെയാണ് അവരെ കണ്ടത്? അത് ഇപ്പോൾ ഐഫോണിലൊരു ഓപ്ഷൻ ഉണ്ട്. ഐഫോണിൽ ബ്ലൈൻഡിന് വേണ്ടിയിട്ടും കൂടി ഐഫോണിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ബ്ലൈൻഡിന് ഉപയോഗിക്കാൻ കുറച്ചും കൂടി അതിന്റെ ഓഡിയോ കളർ സാധനം വരുന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ല ഫോൺ മൊത്തം മാറും. ഫോണിനോട് എന്ത് പറഞ്ഞാലേ അത് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യും. അപ്പോൾ ക്യാമറയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ച് വരും, രണ്ടാളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഐഫോൺ പറയും 2 persons in മീഡിയം, കുറച്ച് തിരിച്ചാൽ 2 persons in ലെഫ്റ്റ് സൈഡ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മൾ ക്യാമറന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും. ക്യാമറന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിലെ വിഷ്വലും ക്യാമറന്റെ വിഷ്വലും ഒരേപോലെയുള്ള പോലെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവര് ഫോട്ടോ എടുക്കണമെങ്കിൽ നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മേലെയാണോ താഴെയാണോ ഹെഡ് തട്ടാനേക്കണമെങ്കിൽ അത് പറയും, എല്ലാം ഇതിൽ പറയും. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കോമ്പോസിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്ന ആൾ ഇവരായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ സംസാരിക്കുമല്ലോ, അപ്പോൾ പൊസിഷൻ ഇവർക്ക് അവിടെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പിടിക്കുന്നു, ഇത് പറഞ്ഞനുസരിച്ച് മാറ്റുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ.